രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ചെറിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. ചെറുതല്ല, വലിയ അല്ല, ഞാൻ ഉദ്ദേശിച്ച ടെക്സ്റ്റ് വളരെ ചെറുതാണ്. പവർ കട്ടല്ല, കേക്കട്ടാണ്. കേക്കട്ട് സമയത്ത് കേക്കാറ്റ് ബെസ്റ്റ് ആണ്. ഏത് ഡാഷ്മോൻ ആണാവോ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയെ ഡാഷ് മോൻ എന്ന് വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. മുഖ്യമന്ത്രിയുടെ പടവും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല, പാർട്ടിയോട് ആവശ്യപ്പെടാൻ പറ്റില്ല. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനല്ല. പാർട്ടി ആദ്യമേ കൈ കഴുകി ഒഴിഞ്ഞു. കാര്യം ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്ന ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇരുത്തില്ല എന്ന് അവർ ആദ്യമേ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേതാക്കന്മാർ ചേർന്ന് ആദ്യം തന്നെ ഒഴിവാക്കിയത്. കാര്യം അറിയാമല്ലോ ഏത് കേസാണ് നമ്മൾ എപ്പോഴും പറഞ്ഞ് ഈ നാട്ടിലെ കോഴികൾക്ക് കിടക്കപ്പുറത്ത് ഇല്ലാതാക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു കേസിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു, പുറത്താക്കി. ഇപ്പൊ ശുദ്ധമാണ്, പാർട്ടിയുടെ കൈകൾ ശുദ്ധമാണ്. നമ്മൾ വേറൊരു കാര്യം പരിശോധിക്കേണ്ടത്, ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദയ്ക്കനുസരിച്ച് വേണമെങ്കിൽ എപ്പോഴും പെരുമാറേണ്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അല്ല കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ. അതായത് രാഹുൽ മാങ്കൂട്ടം അല്ല കോൺഗ്രസിനെ കണ്ടുപിടിച്ചതും ഉണ്ടാക്കിയതും ഇവിടെ വളർത്തിയതും. നമുക്ക് കേരളത്തിലുള്ള ആർക്കും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഏത് തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ വലിയ നേതാവായത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇവിടെ ബാക്കി ഓരോ കോൺഗ്രസ് നേതാക്കന്മാർക്കും, എന്തിനേറെ കെ സി വേണുഗോപാലിനും പിന്നെ വി ഡി സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ഇന്നത്തെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കും, കെ സുധാകരനും, അതിനുശേഷം അതിനു മുൻപ് മൺമറഞ്ഞു പോയ ഒരു വലിയ വിഭാഗം വരുന്ന കോൺഗ്രസ് നേതാക്കളും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അവർക്ക് കൃത്യമായ ഒരു സമര പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന്റെ ഒരു വലിയൊരു പരിചയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. കെ സുധാകരനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും കെ സി വേണുഗോപാലിനാണെങ്കിലും ആർക്കാണെങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. ജനങ്ങളുമായി ഇടപഴകിയ ഒരു ശീലമുണ്ട്. ജനങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ജനങ്ങളിലേക്കാണ് തന്റെ പ്രവർത്തനത്തിന്റെ ഗുണം ലഭിക്കേണ്ടത് എന്ന് ചിന്തിച്ചു പോയ ഒരു വലിയ വിഭാഗം നേതാക്കന്മാരാണ് കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകണം എന്ന് ഒരുമാതിരിപ്പെട്ട ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഒരു കണ്ടംപററി പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു മതേതര സ്വഭാവത്തോടു കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാന്യതയോട് കൂടി പ്രവർത്തിച്ചു പോയിരുന്നു എന്നുള്ളതാണ് അതിന്റെ ദൃഷ്ടാന്തം. എന്നാൽ ഇവരിലേക്ക് എത്തുമ്പോൾ, പുതിയ തലമുറയിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നേതാവെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനിലേക്ക് എത്തുമ്പോൾ, ഇപ്പൊ അങ്ങനെയല്ല, എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, ഇയാൾ പ്രവർത്തിച്ചത് ആർക്കു വേണ്ടിയാണ്? പൊതുജനത്തിന് വേണ്ടിയിട്ടാണോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു നേരം മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം മുദ്രാവാക്യം വിളിച്ചതും പ്രവർത്തിച്ചതും തന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. തനിക്ക് സ്ഥാനമാനങ്ങൾ വേണം, തനിക്ക് റീൽ എടുക്കണം,